ഒരു സിനിമയിലെ നായകൻ എന്ന് പറയുമ്പോൾ അയാൾക്ക് പോസിറ്റീവ് ക്വാളിറ്റീസ് മാത്രമല്ല നെഗറ്റീവ് ക്വാളിറ്റീസും ആകാം. അയാൾക്ക് വീക്ക്നെസ്സുകൾ ഉണ്ടാവാം, വൾണറബിലിറ്റീസ് ഉണ്ടാവാം. അത്തരം വീക്ക്നെസ്സുകളും വെച്ചിട്ട് അയാളുടെ ലക്ഷ്യത്തിന് വേണ്ടി അയാൾ ശ്രമിക്കുമ്പോഴാണ് സിനിമ ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. പക്ഷേ ഒരു ഹീറോയുടെ വീക്ക്നെസ്സുകൾ എന്ന് പറയുമ്പോൾ അതിനൊരു ലിമിറ്റുണ്ട്. ഒരു വില്ലനെ പോലെയോ ക്യാരക്ടർ ആർട്ടിസ്റ്റിനെ പോലെയോ ഒരു ലെവൽ വിട്ട് ഹീറോ താഴേക്ക് വരില്ല. എന്നാൽ മലയാള സിനിമയിൽ ഒരു നായകൻ ചെയ്യുമെന്ന് നമ്മൾ കരുതാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ കൺവെൻഷണൽ ഹീറോ ഇമേജിനെ പൊളിക്കുന്ന ക്യാരക്ടറുകൾ മലയാളത്തിലെ ലീഡിങ് ആക്ടേഴ്സ് തന്നെ ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ കാറ്റഗറിയിലെ ആദ്യത്തെ കഥാപാത്രം 1968 പുറത്തിറങ്ങിയ യക്ഷി എന്ന സിനിമയിലാണുള്ളത്. യക്ഷി എന്ന സിനിമ അതൊരു ഹൊറർ സിനിമ പോലെ പോയിട്ട് പിന്നീട് ഒരു സൈക്കോ ത്രില്ലറായി മാറുന്ന സിനിമയാണ്. മലയാളത്തിലെ ആദ്യത്തെ സൈക്കോളജിക്കൽ ത്രില്ലറാണ് യക്ഷി. നിങ്ങൾ ആ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ഇനിയുള്ള കാര്യം സ്പോയിലർ ആയിരിക്കും. സോ ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഈ സിനിമയിലെ 2 പ്രധാന കഥാപാത്രങ്ങളാണ്. രാഗിണി എന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ശാരദാമ്മയാണ്. അതാണ് നമ്മളുടെ ഈ ടൈറ്റിലിൽ പറയുന്ന യക്ഷി. ഇവരുടെ ഹസ്ബൻഡ് ശ്രീനി എന്ന ശ്രീനിവാസൻ, ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് സത്യമാഷാണ്. സോ ഇതിലെ ക്യാരക്ടർ, ഈ ശ്രീനി എന്ന ക്യാരക്ടറാണ് ഈ കാറ്റഗറിയിലെ ആദ്യത്തെ ക്യാരക്ടർ. ഈ ക്യാരക്ടറിനൊരു വൾണറബിലിറ്റി ഉണ്ട്, അയാൾക്കൊരു വീക്ക്നെസ് ഉണ്ട്. ഇയാളുടെ വീക്ക്നെസ് എന്താണെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ഇയാളുടെ ഭാര്യയെ അല്ലെങ്കിൽ ഇയാൾക്ക് സ്ത്രീകളെ സെക്ഷുവലി സാറ്റിസ്ഫൈ ചെയ്യാനുള്ള കഴിവില്ല. അതായത് ഒരു സെക്ഷൽ ആക്ടിവിറ്റി വന്നു കഴിഞ്ഞാൽ ഇയാൾ പരാജയപ്പെടും. 1968 ഇറങ്ങിയ ഒരു മലയാളം മെയിൻ സ്ട്രീം സിനിമയിൽ ഈ ഒരു വിഷയം കൊണ്ടുവന്നത് തന്നെ വലിയ കാര്യമാണ്. കാരണം ഇപ്പോഴും പല വീടുകളിലും ഇത് പുറത്ത് പറയാൻ മടിക്കുന്നൊരു കാര്യമാണ്, സെക്ഷൽ സാറ്റിസ്ഫാക്ഷനെ കുറിച്ചുള്ളൊരു കാര്യം. പക്ഷേ അന്ന് ഈ ഒരു ക്യാരക്ടർ, അതും സത്യമാഷിനെ പോലെ മലയാളത്തിൽ അന്നത്തെ ലീഡിങ് ഹീറോ, ലീഡിങ് സ്റ്റാർ ഇത്രയും വലിയ ഒരു വീക്ക്നെസ് ഉള്ളൊരു ക്യാരക്ടർ ചെയ്തു എന്ന് പറയുന്നത് ഭയങ്കരമായൊരു ഡെയറിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആ ഒരു ക്യാരക്ടറിൻ്റെ ഈ ഒരു വീക്ക്നെസ് കൊണ്ടാണ് ഇയാൾക്ക് പിന്നീട് ഭാര്യ യക്ഷിയാണെന്നും അവൾക്കൊരു ഗന്ധർവനുമായി ബന്ധമുണ്ടെന്നൊരു തോന്നലുണ്ടാവുന്നതൊക്കെ ഈ ഒരു കാര്യം ബേസ് ചെയ്തിട്ടാണ്. ഒരു സെക്ഷൽ ആക്ടിവിറ്റിയിൽ പരാജയപ്പെടുന്ന ആണ് എന്ന് പറയുന്നത് ഭയങ്കര വീക്ക്നെസ് ആയിട്ടാണ് ആണുങ്ങൾ പൊതുവെ കാണുന്നത്. അപ്പോൾ അത്തരം ഒരു ക്യാരക്ടർ ചെയ്യുന്നത് തന്നെ അയാൾക്ക് അയാളുടെ ഇമേജിനെയൊക്കെ ബാധിക്കാവുന്നൊരു കാര്യമാണ്. പക്ഷേ അന്ന് അങ്ങനെ ഒരു ഇമേജ് പോലും ചിന്തിക്കാതെ ഒരു മെയിൻ സ്ട്രീം സിനിമയിൽ ഒരു ലീഡിങ് ആക്ടർ, സത്യമാഷിനെ പോലൊരു ലീഡിങ് ആക്ടർ അങ്ങനെ ഒരു റോള് മലയാളത്തിൽ ചെയ്തിട്ടുണ്ട്. സോ അത് എല്ലാ തരത്തിലും അൺകൺവെൻഷണൽ ആയിട്ടുള്ളൊരു ഹീറോ ക്യാരക്ടറാണ്. സോ അതാണ് ഈ കാറ്റഗറിയിലെ ആദ്യത്തെ ക്യാരക്ടർ. ഇനി അടുത്ത ക്യാരക്ടർ, നമ്മൾ സിനിമയിലെ നായകൻ കുളിക്കടവിൽ ഒളിഞ്ഞു നോക്കുന്നതും അല്ലെങ്കിൽ പെണ്ണുങ്ങളെ പിന്നാലെ പോകുന്നതും അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ അടുത്ത് പോകുന്നതൊക്കെ തമാശ രീതിയിലൊക്കെ കാണിക്കുന്ന കുറേ സിനിമകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു വില്ലനോ അല്ലെങ്കിൽ ഒരു സഹനടനോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഇത് അനോയിങ് ആയിട്ട് മാറുന്നത്. കാണുന്ന ആൾക്കാർക്ക് വെറുപ്പ് വരുന്ന രീതിയിൽ മറ്റ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു സിനിമയിലെ നായകൻ തന്നെ ചെയ്താലോ, അതും മലയാളത്തിലെ മെഗാസ്റ്റാർ, അതാണ് മൃഗയ എന്ന സിനിമയിലെ വാറുണി എന്ന കഥാപാത്രം. ഈ സിനിമയിൽ സത്യത്തിൽ ഇയാളൊരു രക്ഷകനാണ്. പക്ഷേ ആ സിനിമയുടെ വൺ ലൈൻ എന്താണെന്ന് വെച്ചാൽ, ഒരു പുലി കാരണം പെട്ടുകിടക്കുന്ന ബുദ്ധിമുട്ടുന്ന ഒരു ഗ്രാമത്തിലേക്ക് ഈ പുലിയെ പിടിക്കാൻ വരുന്ന ആൾ അവർക്ക് അതിനേക്കാൾ വലിയ തലവേദന ആവുന്നു. അപ്പോൾ ഈ അതിനേക്കാൾ വലിയ തലവേദന ആവുന്നു എന്ന് പറയുന്നിടത്ത് ഇയാളെ ഒരു തെമ്മാടിയാക്കാം, ഒരു തല്ലുണ്ടാക്കുന്നവനാക്കാം. കാരണം മഹായാനം എന്ന സിനിമയിൽ ചന്ദ്രു എന്നുള്ള ക്യാരക്ടറൊക്കെ ഏകദേശം അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അയാളൊരു നാട്ടിലേക്ക് ചെന്ന് അവിടുത്തെ പ്രധാനികളുമായിട്ടൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. പക്ഷേ അങ്ങനെയല്ല വാറുണ്ണിയെ ചെയ്തിരിക്കുന്നു. വാറുണ്ണി ഒരു നായകൻ ഒരിക്കലും ചെയ്യാത്ത അല്ലെങ്കിൽ അത്രയും നാണം കെട്ട കാര്യങ്ങളാണ് വാറുണ്ണി എന്ന ക്യാരക്ടർ ചെയ്യുന്നത്. ഇയാൾ കുളക്കടവിൽ ഒളിഞ്ഞു നോക്കുന്നുണ്ട്, ഇയാൾ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ അടുത്ത് പോകുന്നുണ്ട്, എന്നിട്ട് അതിന് കടം പറയുന്നുണ്ട്. ഈ രീതിയിലൊക്കെ ഒരു നായകൻ, ഒരു മെയിൻ സ്ട്രീം നായകൻ, അതും ഒരു സൂപ്പർ സ്റ്റാർ ചെയ്യും എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് മൃഗയിലെ വാറുണ്ണി എന്ന ക്യാരക്ടർ ചെയ്യുന്നത്. സോ ഞാൻ ഈ പറഞ്ഞൊരു കാറ്റഗറി, ഒരു ഹീറോ ചെയ്യേണ്ട, ഹീറോയ്ക്ക് വേണ്ട ഒരു മിനിമം ക്വാളിറ്റി പോലും ഇല്ലാത്ത ഒരു നായക കഥാപാത്രം എന്ന് പറയുന്നതാണ് ഈ വാറുണ്ണി എന്ന് പറയുന്ന ക്യാരക്ടർ. സോ ഈ കാറ്റഗറിയിലെ രണ്ടാമത്തെ ക്യാരക്ടർ ഇതാണ്. ഇനി അടുത്ത ക്യാരക്ടർ, മലയാള സിനിമയിൽ നായിക എപ്പോഴും വിർജിൻ ആയിരിക്കണം. അതിപ്പോൾ കല്യാണം കഴിഞ്ഞ നായികയാണെങ്കിൽ നായകന് വേണ്ടി അവൾ വിർജിൻ ആവാൻ വേണ്ടി കുറേ അഭ്യാസങ്ങൾ ഇവിടെ കാണിക്കാറുണ്ട്. അതായത് കല്യാണം കഴിഞ്ഞു പറഞ്ഞ ഭർത്താവ് പട്ടാളത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് നടന്നു വരുമ്പോൾ ഭർത്താവ് വെട്ടുകൊണ്ട് തളർന്ന് കിടപ്പിലാവുന്നു, അല്ലെങ്കിൽ ഭർത്താവിന് അന്ന് രാത്രി തന്നെ ആൾക്കാർ കൊല്ലുന്നു. അങ്ങനെ പല രീതിയിൽ നായികയുടെ ഭർത്താവിന് നായികയുമായി സെക്സ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാക്കി നായികയെ വിർജിനാക്കി നായകന് വേണ്ടി നമ്മളിങ്ങനെ കീപ്പ് ചെയ്യും. ഇത് സ്ഥിരമായിട്ട് മലയാള സിനിമയിൽ കാണുന്നൊരു പരിപാടിയാണ്. ആ ഒരു മലയാള സിനിമയിലേക്ക്, ആ ഒരു കാര്യം മൈൻഡിലിരിക്കുന്ന മലയാള സിനിമയിലേക്കാണ് നായകൻ്റെ ഭാര്യ പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് വന്നാൽ എങ്ങനെയുണ്ടാവും. അതും മലയാളത്തിലൊരു സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമയിൽ നായിക പ്രോസ്റ്റിറ്റ്യൂട്ടായാലോ. അതാണ് 1997 പുറത്തിറങ്ങിയ വർണ്ണപ്പകിട്ട് എന്ന സിനിമ.
സോ അതിൽ സണ്ണി പാലമറ്റം എന്ന് പറയുന്നത് ഒരു മോഹൻലാൽ ക്യാരക്ടറിന് വേണ്ട എല്ലാ ഹീറോയിസവും പകരം വീട്ടിലും എല്ലാം ഉള്ളൊരു ക്യാരക്ടറാണ്. പക്ഷേ അതിൽ അയാൾ കല്യാണം കഴിക്കുന്ന ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള സാന്ദ്ര എന്ന് പറയുന്ന ക്യാരക്ടറിനെയാണ്. ഈ സിനിമയിൽ സാന്ദ്ര ഗർഭിണിയാവുന്നുണ്ട്, നായകൻ്റെ കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നുണ്ട്. അവസാനമാകുമ്പോഴേക്കും ഈ പെൺകുട്ടിയെ ഇവളുടെ പാസ്റ്റ് അറിഞ്ഞിട്ടും നായകൻ്റെ ഫാമിലി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഒരു ടിപ്പിക്കൽ നായകന് വേണ്ടി വെറുതിനായി കാത്തിരിക്കേണ്ടി വരുന്ന നായികമാരുടെ ഇടയിലാണ് ഇങ്ങനെ ഒരു ഹീറോയിനെ കൊണ്ടുവന്നത്. അതും ഒരു മോഹൻലാൽ സിനിമയിൽ, ഒരു സൂപ്പർ സ്റ്റാർ സിനിമയിൽ ഇങ്ങനെ ഒരു ഹീറോയിനായിട്ട്. സോ സണ്ണി പാലമറ്റം എന്ന് പറയുന്ന നായകൻ ഇത്തരത്തിലുള്ള ഒരു കാര്യം ഒരു സിനിമയിലും ചെയ്യാത്തതാണ്. പക്ഷേ ഈ ഒരു ക്യാരക്ടർ ഇങ്ങനെ ഒരു പാസ്റ്റുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നതായിട്ട് മലയാള സിനിമയിൽ കാണിച്ചതും ഇതേപോലുള്ള ഒരു ടിപ്പിക്കൽ ഹീറോ ഇമേജിനെ ബ്രേക്ക് ചെയ്യുന്ന ക്യാരക്ടറാണ്. ഇനി അടുത്ത സിനിമ. ഈ സിനിമ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയാണ്. പക്ഷേ ഇതേവരെ ഈ സിനിമ റീമേക്ക് ചെയ്യപ്പെട്ടിട്ടില്ല. അത് തന്നെയാണ് ഈ സിനിമയുടെയും ഈ ഒരു ക്യാരക്ടറിൻ്റെ പ്രത്യേകത. 2005 പുറത്തിറങ്ങിയ ചാന്തുപൊട്ട് എന്ന സിനിമ. ഈ സിനിമയിലെ രാധ എന്ന ക്യാരക്ടർ ചെയ്തത് ദിലീപ് എന്ന ആക്ടറിന് വളരെ ചാലഞ്ചിങ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇതൊന്ന് വിട്ടുപോകാൻ, ഈ ക്യാരക്ടർ വിട്ടുപോകാൻ കുറച്ച് ടൈം എടുത്തു എന്ന്. സോ ഫിസിക്കലി ആൻഡ് മെൻ്റലി ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണത്. പക്ഷെ അതിനേക്കാളും ഒരു നായകൻ ആയിട്ട് മലയാള സിനിമയിൽ ഒരു സ്റ്റാറായിട്ട് എസ്റ്റാബ്ലിഷ് ആയ ഒരു ആക്ടറാണ് ഒരു സ്ത്രൈണതയുള്ള ഒരു കഥാപാത്രത്തിൽ ചെയ്യുന്നത്. ഇത് ട്രാൻസ്ജെൻഡർ ക്യാരക്ടറല്ല, ഇയാളുടെ വളർത്ത് രീതി കൊണ്ട് അയാൾക്കൊരു സ്ത്രൈണത വന്നതാണ്. സോ അവസാനം ക്ലൈമാക്സിൽ ഫൈറ്റ് ചെയ്യുമ്പോഴും അയാൾക്ക് ഈ സ്ത്രൈണത വിട്ടുമാറുന്നില്ല. സോ ത്രൂ ഔട്ട് ഒരു നായകൻ എന്ന് പറയുമ്പോൾ അയാൾക്ക് ആണത്തം, ചങ്കൂറ്റം കാര്യങ്ങളൊക്കെ വരണം. അല്ലെങ്കിൽ ക്ലൈമാക്സ് ആകുമ്പോഴേക്കും ഇയാൾ കംപ്ലീറ്റ്ലി ഒരു ആണത്തം കാണിക്കുന്ന, ആണുങ്ങളുടെ മാനറിസം കാണിക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷനൊക്കെയാണ് വരേണ്ടത്. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാതെ സ്ത്രൈണതയോടെ തന്നെ ജീവിക്കുന്ന, അത് വെച്ച് തന്നെ അയാൾക്കൊരു കുഞ്ഞുണ്ടാവുന്ന അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ് രാധ എന്ന് പറയുന്ന ക്യാരക്ടർ. സോ ഒരു ടിപ്പിക്കൽ ഹീറോ ഇത്തരം ഒരു ക്യാരക്ടർ ചെയ്യാൻ എന്തായാലും മടിക്കും. അതുകൊണ്ടാണ് വേറെ ഒരു ഭാഷയിലേക്ക് ഈ സിനിമ റീമേക്ക് ചെയ്യപ്പെടാതിരുന്നത്. സോ അതും ഒരു സ്റ്റാർ എന്ന രീതിയിൽ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞിട്ട് മലയാളത്തിലൊരു നടൻ ചെയ്ത വളരെ ഡയറിങ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റാണ്. സോ ഒരു കൺവെൻഷണൽ ഹീറോ ഇമേജിനെ ബ്രേക്ക് ചെയ്യുന്ന അടുത്തൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഇതാണ്. ഇനി അടുത്ത ക്യാരക്ടർ പ്രജ എന്ന സിനിമയിൽ ബലരാമൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്, കൂട്ടിക്കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക് എന്ന്. അപ്പോൾ സക്കീർ ഭായിക്ക് മറുപടി ഇല്ല. കാരണം ബലരാമൻ അത് ചെയ്യാം, ബലരാമൻ വില്ലനാണ്, സക്കീർ ഭായി അത് ചെയ്യില്ല. സക്കീർ ഭായി ആൾക്കാരെ കൊല്ലും, അയാൾ വേറെ ക്രിമിനൽ ആക്ടിവിറ്റി ഒക്കെ ചെയ്യും, പക്ഷേ ഇത് അയാൾ ചെയ്യില്ല. കാരണം അയാളൊരു നായകനാണ്, അയാൾക്ക് ഇത് ചെയ്യാൻ പാടില്ല. പക്ഷേ 2012 പുറത്തിറങ്ങിയ സിനിമയിലെ നായകനോട് ബലരാമൻ ഇത് ചോദിച്ചിരുന്നെങ്കിൽ ആ നായകൻ പറയും ഞാൻ ചെയ്യും. അതാണ് 22 ഫീമെയിൽ കോട്ടയത്തിലെ സിറിൽ എന്ന ക്യാരക്ടർ. ടെസ്സയുടെ ലവ് ഇൻട്രസ്റ്റാണ് ഇതിലെ സിറിൽ. പക്ഷെ പിന്നീട് ഇയാൾ ചെയ്യുന്ന കാര്യം, ഇപ്പോൾ നമ്മൾ ചില സിനിമകളിൽ നായകൻ ഒരു പെണ്ണിനെ പ്രേമിച്ച് പറ്റിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അയാളുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി പ്രേമിച്ച് പെണ്ണിനെ ഉപേക്ഷിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇതിലങ്ങനെയല്ല, നായകൻ ഒരു പെണ്ണിനെ പ്രേമിച്ച് പറ്റിച്ച് അവളെ കൂട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത്രയും എക്സ്ട്രീം ഒരു മോശമായ കാര്യമാണ് ഈ സിനിമയിൽ ഒരു നായകൻ ചെയ്യുന്നത്. നമുക്കിപ്പോൾ ആലോചിക്കുമ്പോൾ അയാൾ ആ സിനിമയിലെ നായകനായിട്ട് തോന്നില്ല, ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് തോന്നും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമ മാർക്കറ്റ് ചെയ്യപ്പെട്ടതാണെങ്കിലും സിനിമ കണ്ടു തുടങ്ങുമ്പോഴാണെങ്കിലും അയാൾ തന്നെയാണ്, സിറിലാണ് ഈ സിനിമയിലെ നായകൻ. സോ ഒരു ടിപ്പിക്കൽ നായകൻ ഒരിക്കലും ചെയ്യാത്ത അത്രയും നീചമായൊരു കാര്യമാണ് 22 ഫീമെയിൽ കോട്ടയം എന്ന സിനിമയിലെ നായകനായ സിറിൽ ചെയ്യുന്നത്. സോ മറ്റൊരു ഭാഷയിലെ ഒരു കൺവെൻഷണൽ ഹീറോ ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യം മലയാള ഭാഷയിലെ ഒരു ഹീറോ ക്യാരക്ടർ ചെയ്യുന്ന നടൻ ചെയ്തു. ഇനി അടുത്ത ക്യാരക്ടർ. ഈ ഒരു ക്യാരക്ടർ ഇപ്പോൾ നിങ്ങൾ മിക്കവാറും ഊഹിച്ചിട്ടുണ്ടാവും ഇത് തന്നെയാണെന്നുള്ളത്. എനിക്ക് ഈ ഒരു സിനിമ ഫസ്റ്റ് ഷോ കാണാനുള്ള ഭാഗ്യം കിട്ടി. ഇതിൻ്റെ അടുത്ത ഷോയ്ക്ക് ഇതിലെ ഈ ഒരു ട്വിസ്റ്റ് ചിലർ വിളിച്ചു പറഞ്ഞു. പക്ഷേ ഫസ്റ്റ് ഷോയ്ക്ക് ഒരാൾക്കും ഇങ്ങനെ ഒരു കാര്യം പ്രതീക്ഷയില്ല. കണ്ട ഞങ്ങളൊക്കെ ഷോക്കായി, ഭയങ്കരമായിട്ട് ത്രില്ലടിച്ചു. ഗംഭീരമായൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു. അതാണ് മുംബൈ പോലീസ്. മുംബൈ പോലീസിലെ ആൻ്റണി മോസസ് എന്ന് പറയുന്ന ക്യാരക്ടറിന് ഇവരെ പ്ലേസ് ചെയ്യുന്നത് അത്രയും ചങ്കൂറ്റമുള്ള, അത്രയും ആണത്തമുള്ള ഒരാളായിട്ടാണ്. പക്ഷെ പിന്നീട് അതിന് മൊത്തത്തിൽ പൊളിച്ചു കളഞ്ഞിട്ട് ഇയാളൊരു ഗേ ആണെന്ന് പറയുന്നു. ഇപ്പോൾ ഇറങ്ങുന്ന പല സിനിമകളിലും സീരീസിലൊക്കെ ഒരു ഗേ ക്യാരക്ടറിനെ വളരെ നോർമലായിട്ട് പ്ലേസ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ 2013 ഇതല്ല സ്ഥിതി. ഒരു നായക നടൻ, അതും അത്യാവശ്യം സ്റ്റാർ വാല്യൂ ഉള്ള, ഫീമെയിൽ ഫാൻ ഫോളോയിങ് ഉള്ള, അയാളുടെ ആണത്തവും അയാളുടെ ഒരു ചങ്കൂറ്റവും അഹങ്കാരി എന്നുള്ള വിളിപ്പേരൊക്കെ വെച്ചിട്ട് ആരാധകരെ സൃഷ്ടിച്ച ഒരു മലയാളി യുവതാരം ഒരു ഗേ ആണ് എന്ന ക്യാരക്ടർ ചെയ്യാന്ന് പറയുന്നത് വളരെ വളരെ ഡെയറിങ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അതാണ് പൃഥ്വിരാജ് സുകുമാരൻ 2013 ചെയ്തത്. സോ ഒരു ഹീറോ ക്യാരക്ടറിൻ്റെ ഇമേജിനെ കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരുന്നു
മുംബൈ പോലീസിലെ ആൻ്റണി മോസസ്. സോ ഇതൊക്കെയാണ് എൻ്റെ ലിസ്റ്റ്. ഇതിൽ വിട്ടുപോയ ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ ചാനലിലെ മറ്റു വീഡിയോസ് ഉണ്ടോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കാര്യം പറയാൻ വേണ്ടി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.